നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് യൂറിനറി ഇൻഫെക്ഷനെ കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയ്ക്കായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ രാജേഷ് കുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സർ, വേനലായതോടുകൂടി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂട് കൊണ്ട് ബുദ്ധിമുട്ടുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതാണ് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഒരു സാധാരണ ജനങ്ങൾക്ക് പോലും ഈ യൂറിനറി ഇൻഫെക്ഷൻ്റെ സിംറ്റം എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്തേക്ക് വരുന്നതും. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ നമ്മുടെ കേരളം പോലുള്ള സാഹചര്യത്തിൽ വളരെ കോമൺ ആണ്. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. സാധാരണഗതിയിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് പേഴ്സണൽ ഹൈജീൻ, അതായത് വ്യക്തി ശുചിത്വം താരതമ്യേന കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കുറവാണ്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ യൂറിനറി ഇൻഫെക്ഷൻ്റെ സാധ്യതയും കൂടിയിട്ടുണ്ട്. എപ്പോഴും പേരൻസ് പറയാറുള്ളതാണ്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ വെള്ളം കുടിക്കൂ, ചൂടായി വരുന്നു. വെള്ളം പലതരത്തിലുള്ള നാരങ്ങ വെള്ളമായിക്കോട്ടെ, കരിക്കിൻ വെള്ളമായിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെള്ളം അടങ്ങിയിട്ടുള്ള തണ്ണിമത്തൻ പോലെയുള്ള കാര്യങ്ങളായിക്കോട്ടെ ഒക്കെ കുടിക്കാനായിട്ട് പേരൻസ് വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. പക്ഷേ മുതിർന്നവരുടെ കാര്യത്തിൽ അത്തരമല്ല. പലപ്പോൾ യാത്ര പോകുന്നൊരു സമയത്ത് അവർക്ക് അധികം കഴിക്കേണ്ടി വരും. പ്രത്യേകിച്ച് സ്ത്രീകൾ യാത്ര ചെയ്യുന്ന സമയത്ത് പബ്ലിക് ടോയ്ലറ്റൊക്കെ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ള സിറ്റുവേഷൻ കൊണ്ട് തന്നെ ഒരു ട്രെയിനിലോ വല്ലതും പോകുന്നതിന് അഡ്വാൻസ്ഡ് ആയിട്ട് 2 മണിക്കൂർ മുമ്പ് തന്നെ അവർ വെള്ളം കുടിക്കുന്നത് അസൗകര്യമാണ് പലപ്പോഴും അവർ. ഇത്തരം വെള്ളം കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകും. വെള്ളം കുടിക്കാതിരുന്നാൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകും. കാരണം ചൂട് സീസൺ ആയതുകൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്, വേർപ്പിൻ്റെ തോത് വളരെ കൂടുതലാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് മോയിസ്റ്റ് ഹീറ്റാണ്. അതായത് അന്തരീക്ഷത്തിൽ ഊഷ്മാവ് കൂടുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൂടുതൽ വേർത്തുകൊണ്ടിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ജലാംശം കൂടുതലും വേർപ്പായി നഷ്ടപ്പെടുകയും യൂറിൻ്റെ കണ്ടൻറ്റ് വളരെ കുറയുകയും ചെയ്യും. സാധാരണ ഒരു അസുഖവുമില്ലാത്ത ഒരാളാണെങ്കിൽ ഒരു ദിവസം ഏതാണ്ട് 5 മുതൽ 7 തവണ യൂറിൻ പോകേണ്ടതാണ്. അതിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ വേനൽക്കാലത്ത് അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് സ്ത്രീയാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കുട്ടികളാണെങ്കിലും. തീർച്ചയായിട്ടും സ്ത്രീകളുടെ കാര്യം എപ്പോഴും യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനോട് അനുബന്ധിച്ച് പറയാറുള്ളത്, സ്ത്രീകൾക്ക് താരതമ്യേന പുരുഷന്മാരെക്കാട്ടി കൂടുതൽ സാധ്യതയുണ്ട്, യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ പുരുഷന്മാരിൽ നിന്ന് മാറി ഈ യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. അതായത് 2 സ്ത്രീകളിൽ ഒരാൾക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കേരളത്തിലെ കണക്കുകൾ കാണിക്കുന്നത്. അത് ചെയ്യേണ്ടത്, വെള്ളം സാധാരണഗതിയിൽ ഒരാൾ ഒരു 2 ലിറ്റർ വെള്ളമാണ് നോർമലി കുടിക്കേണ്ടത്. പക്ഷേ ചൂട് സീസൺ ആയിക്കഴിഞ്ഞാൽ, ഈ കഠിനമായ വേർപ്പുണ്ടാകുന്ന സീസണിൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ വ്യക്തി ശുചിത്വം, പ്രത്യേകിച്ച് യൂറിൻ പാസ് ചെയ്യുന്ന ഏരിയകൾ നന്നായി കഴുകി തുടച്ച് സൂക്ഷിക്കുക. നനവ്, അത് വേർപ്പാണെങ്കിലും വെള്ളമാണെങ്കിലും ആ ഭാഗത്തുണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ, ബാക്ടീരിയ പടരാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരിക്കൽ ഒരു യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും ഈ പേഷ്യൻ്റ് കാണിക്കുക? സാധാരണ നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനായിട്ട് തോന്നുക, അടിവയറ്റിനകത്ത് വേദന വരിക, മൂത്രം ഒഴിക്കുമ്പോൾ തരിപ്പ് തോന്നുക. അപ്പോൾ ഇത്തരം സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാരെങ്കിലും കുറച്ച് വെള്ളം 2 ദിവസം കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അത് ക്ലിയർ ആവും. പക്ഷേ എപ്പോഴാണ് ഒരു യൂറിനറി ഇൻഫെക്ഷന് ഒരു ഡോക്ടറെ കാണേണ്ടി വരും? സാധാരണ ഒരു യൂറിൻ പോകുന്നതിൻ്റെ ഫ്രീക്വൻസി കൂടുക, അതായത് ഒരു 5 തവണ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് പോകണം എന്നൊരു തോന്നൽ വരിക, യൂറിൻ പോകുന്ന സമയത്ത് ചെറിയൊരു നീറ്റൽ ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയൊരു കുളിര് ശരീരത്തിന് ഫീൽ ചെയ്യാം. സ്ത്രീകൾക്കാണെങ്കിൽ ചിലപ്പോൾ ഈ ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ല എന്ന് വരാം, അവർ പെട്ടെന്ന് തലകറങ്ങി വീണു എന്ന് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വയറിനകത്ത് അസ്വസ്ഥതയോ വേദനയോ ഫീൽ ചെയ്തു എന്ന് വരാം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ സാധാരണ ഈ സീസണിൽ കാണുകയാണെങ്കിൽ ആദ്യം യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കേണ്ടതാണ്. ഇപ്പോൾ ഒരിക്കൽ യൂറിനറി ഇൻഫെക്ഷനോട് അനുബന്ധിച്ച് ബാക്കി എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാകാറുണ്ട്? പ്രത്യേകിച്ച് പനിയോ അല്ലെങ്കിൽ ശരീരത്തിനകത്ത് ബാക്കി ഏതൊക്കെ തരം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്? സാധാരണ ഒരു ഇൻഫെക്ഷൻ, ശരീരത്തിൽ ഒരു അണുബാധ ഉണ്ടായാൽ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലക്ഷണങ്ങളിൽ ഒന്നാണ് പനി, അതായത് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നത്. ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുക, കുളിര് ഫീൽ ചെയ്യുക, ഈ ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതോടൊപ്പം മൂത്രത്തിന് അസ്വസ്ഥത, അടിവേറ് വേദന, തരിപ്പ്, ഈ ഒരു സിറ്റുവേഷൻ എപ്പോഴും നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതാണ്. സ്ത്രീകളുടെ പീരീഡ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാസമുറയുമായി ബന്ധപ്പെട്ട് യൂറിനറി ഇൻഫെക്ഷനുള്ള സാധ്യത കൂടുതലാണ്. മാസമുറ സമയത്ത് അവർക്ക് രോഗപ്രതിരോധ ശേഷി അല്പം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള മാസമുറ സമയത്തുള്ള വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ്. ആ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് വെള്ളം കുടിക്കുക, ആ ഭാഗത്തുള്ള വേർപ്പും നനവും തുടച്ച് സൂക്ഷിക്കുക, വളരെ വൃത്തിയുള്ള പാഡുകളോ അല്ലെങ്കിൽ കോട്ടൺ തുണികളോ ഉപയോഗിക്കുക, കഴുകി ശുചിയാക്കി അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പൊതുവേ ഈ ഒരു സമയത്ത് മാസമുറ സമയത്തുള്ള യൂറിനറി
യൂറിനറി ഇൻഫെക്ഷൻ നമുക്ക് തടയാൻ സാധിക്കും. തീർച്ചയായിട്ടും കുട്ടികളുടെ കാര്യത്തിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കുക? പ്രത്യേകിച്ച് പുരുഷൻ അല്ലെങ്കിൽ മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളുടെ യൂറിനറി ഇൻഫെക്ഷൻസ് വളരെ സീരിയസ് ആയിട്ട് പ്രത്യേകിച്ച് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷൻസ് ഡോക്ടർമാർ വളരെ സീരിയസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കുട്ടികളിലുണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ അതിനെ പ്രതിരോധിക്കേണ്ടത്? കുട്ടികളിലെ യൂറിനറി ഇൻഫെക്ഷൻ സാധാരണ കുട്ടികൾ ഒരു 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് വരാറേ ഇല്ല. പക്ഷേ അങ്ങനെ വരുന്നു എന്നുണ്ടെങ്കിൽ 1 വയസ്സിൽ താഴെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് അവർക്ക് എന്തെങ്കിലും ഒരു ജനിതകമായ പ്രോബ്ലംസ്, അതായത് ഒരു ജന്മന യൂറിനറി ട്രാക്റ്റിലോ കിഡ്നിയിൽ നിന്നും മൂത്രസഞ്ചിയിലേക്കുള്ള ട്രാക്കിലോ എന്തെങ്കിലും തടസ്സങ്ങളോ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായ ഒരു അൾട്രാസൗണ്ട് സ്കാന്, യൂറിൻ കൾച്ചർ തുടങ്ങിയിട്ടുള്ള ടെസ്റ്റുകൾ ഇതിന് നോക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും കുട്ടികളിൽ സാർ നേരത്തെ പറഞ്ഞ കണക്ക് 5 വയസ്സിന് താഴെയുള്ള ഈ മുലയൂട്ടുന്ന കുട്ടികളിൽ ഇപ്പോൾ മുതിർന്നവരൊക്കെ ആണെങ്കിൽ പറയാം, അല്ലെങ്കിൽ 5 വയസ്സുള്ള കുട്ടികളെ പറയണം ഒരു ധാരാളം വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് ശുചിയായിട്ട് വസ്ത്രം ധരിക്കണം, ഇതൊക്കെ നമുക്ക് ഉപദേശിക്കാൻ കൊടുക്കും. പക്ഷേ ഈ മുലയൂട്ടുന്ന കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും? ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പ്രായത്തിൽ കൊച്ചുകുട്ടികൾക്ക് ഇൻഫെക്ഷൻ സാധാരണ വരാറില്ല. അങ്ങനെ ഇൻഫെക്ഷൻ വരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ജന്മനാൽ എന്തെങ്കിലും മൂത്രനാളിയിൽ തടസ്സങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. അത് കുട്ടികളുടെ മൂത്രം ടെസ്റ്റ് ചെയ്താൽ അറിയാൻ സാധിക്കും. സാധാരണ കുട്ടികൾക്ക് മൂത്രത്തിൽ ഇപ്പം വലിയവർക്കാണെങ്കിൽ അറിയാൻ പറ്റും, മൂത്രനാളിയിൽ വേദനയോ അല്ലെങ്കിൽ അസ്വസ്ഥതയോ കാണാം. കൊച്ചുകുട്ടികൾക്ക് സിംറ്റംസ് ഉണ്ടാവാറില്ല. കുട്ടികൾ സാധാരണ പാല് കുടിക്കുന്ന ഫ്രീക്വൻസി കുറയുക, ഇല്ലെങ്കിൽ ശരീരം പെട്ടെന്ന് ക്ഷീണിക്കുക, കൂടുതൽ കാണുന്ന തളർച്ച, അതോടൊപ്പം മൂത്രത്തിൻ്റെ ഫ്രീക്വൻസി കുറയുക, അതായത് പതിവായിട്ട് പോകുന്നത് പോലെ പോവാതിരിക്കുക, ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അറിയാണ്ട് ചെറിയ എമൗണ്ടിൽ മൂത്രം പോവുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ, അതോടൊപ്പം പനി, വിറയൽ കണ്ടു കഴിഞ്ഞാൽ ആദ്യം സംശയിക്കേണ്ടത് മൂത്രത്തിൽ ഇൻഫെക്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ മൂത്രത്തിൽ ഇൻഫെക്ഷനോടൊപ്പം തന്നെ മൂത്രത്തിനകത്ത് തരി പോലെ വെള്ള തരികൾ പോലെ പോവുക, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചതിന് ശേഷം ചില പ്രത്യേക സമയത്ത് അതങ്ങ് നിന്ന് പോവുക. അപ്പോൾ ഇത്തരം രീതികളും യൂറിനറി ഇൻഫെക്ഷനോടനുബന്ധിച്ച് ഉണ്ടാകാറുണ്ട്. സാധാരണഗതിയിൽ മൂത്രത്തിൽ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് കിഡ്നി സ്റ്റോണുമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ്. ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് കൂടുതലുണ്ടെങ്കിൽ മൂത്രത്തിൽ വെളുത്ത തരികൾ കാണാറുണ്ട്. വെള്ളം കൂടി വളരെ കുറവായിട്ടുള്ള ആൾക്കാരിൽ മൂത്രത്തിൽ എപ്പിത്തീലിയൽ സെൽസ് കാണാം, ഇല്ലെങ്കിൽ മൂത്രനാളിയിൽ കാണുന്ന അഴുക്കോ അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ഡെബ്രിസോ അതിനകത്ത് അടിഞ്ഞുകൂടിയെന്ന് വരാം. അല്ലെങ്കിൽ ഡയബറ്റിസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മൂത്രത്തിൽ ആൽബുമിൻ്റെ അളവ് കൂടുതൽ കാണാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മൂത്രത്തിൽ ഒരു ഖരപദാർത്ഥങ്ങൾ ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും യൂറിനറി ഇൻഫെക്ഷൻ നമ്മൾ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ എന്താണ് അതിൻ്റെ, ഇപ്പോൾ ഈ സിംറ്റംസ് മാത്രം പറഞ്ഞു വരുന്ന രോഗിയെ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും? വളരെ ലളിതമായി ഒരു 20 മിനിറ്റിൽ അറിയുന്ന ഒരു സിമ്പിൾ ടെസ്റ്റ് ഉണ്ട്, യൂറിൻ റൊട്ടീൻ എക്സാമിനേഷൻ. മൂത്രത്തിൽ പഴുപ്പുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഏറ്റവും ലളിതമായ, ഏത് ചെറിയ ലാബിലും പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ് മൈക്രോസ്കോപ്പിക് അനാലിസിസ്. അത് നോക്കിക്കഴിഞ്ഞാൽ യൂറിനിലുള്ള പഴുപ്പിൻ്റെ അംശം തിരിച്ചറിയാൻ സാധിക്കും. പഴുപ്പിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതിനകത്ത് രക്തം കാണുന്നുണ്ടോ, രക്തകോശങ്ങൾ കാണുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ യൂറിനൊന്ന് കൾച്ചർ ചെയ്ത് ഏത് ബാക്ടീരിയ ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇപ്പോൾ ഇൻഫെക്ഷൻ കൂടുതലായി പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിലോ അവർക്ക് കൂടുതൽ അസ്വസ്ഥത ഉണ്ടെങ്കിലോ ഒരു വയറിന് നോക്കുന്ന ഒരു അൾട്രാസൗണ്ട് സ്കാൻ, അതിൽ ബ്ലാഡറിന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ കിഡ്നിയിലേക്ക് ഒരു നെഫ്രൈറ്റിസ് സാധ്യത ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. സാധാരണ ഒരു 50 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ മൂത്രത്തിൽ കോമൺ ആയിട്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. സാർ, ഈ യൂറിനറി ഇൻഫെക്ഷൻ സാർ നേരത്തെ പറഞ്ഞു യൂറിൻ മൈക്രോസ്കോപ്പി, അതായത് യൂറിൻ്റെ ഏറ്റവും ലളിതമായ ഒരു ടെസ്റ്റ് മൂലം കൊണ്ട് തന്നെ അറിയാൻ സാധിക്കും. തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷനുമായി വരുന്ന ഒരു രോഗിക്ക് ഡോക്ടർ എന്ത് നിർദ്ദേശമായിരിക്കും ഇദ്ദേഹത്തിന് കൊടുക്കുക? ധാരാളം യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന എല്ലാവരും ധാരാളം വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാം പ്രമേഹ ബാധിതരായിട്ടുള്ള ഒരു വലിയ സമൂഹമുണ്ട്, അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഉള്ളവരുണ്ട്, ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ളവരുണ്ട്, ചിലർക്ക് വൃക്ക രോഗങ്ങൾ നന്നായിട്ടുണ്ടാകുന്ന ആൾക്കാരുണ്ട്, ഡയാലിസിസോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലിവറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരം ഒരു വലിയ വെറൈറ്റി ആൾക്കാരാണ് ഒരു പക്ഷേ ഈ യൂറിനറി ഇൻഫെക്ഷനുമായിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് സമീപിക്കുക. അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണോ യഥാർത്ഥത്തിൽ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്? അല്ല, അവർക്ക് ഏത് സാഹചര്യത്താലാണ് യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടുള്ളതെന്ന് അറിയണം. അതായത് ഒരു യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ മൂത്രത്തിൽ പഴുപ്പുണ്ടെന്നല്ലാതെ മറ്റു സാഹചര്യങ്ങൾ അറിയാൻ ആ ഒരു ടെസ്റ്റിൽ നിർവാഹമില്ല. സോ ചെയ്യാൻ സാധിക്കുന്നത് ബാക്കി രോഗിയുടെ ലക്ഷണങ്ങൾ നോക്കും. ഉദാഹരണത്തിന് അവർക്ക് ശക്തമായ നടുവേദനയോടൊപ്പം അടിവേറ് വേദനയുണ്ട്, മൂത്രത്തിൽ പഴുപ്പിനോടൊപ്പം തന്നെ രക്തകോശങ്ങൾ അധികമായി കാണുന്നുവെങ്കിൽ മൂത്രത്തിൽ പഴുപ്പിൻ്റെ കാരണം കിഡ്നി സ്റ്റോൺ ആണെന്ന് മനസ്സിലാവും. അതല്ല എങ്കിൽ മറ്റു ലക്ഷണങ്ങൾ, അതായത് ഇപ്പോൾ വെള്ളം കൂടി തീരെ കുറഞ്ഞവരാണെന്നുണ്ടെങ്കിലാണ് അവർക്ക് യൂറിനറി ഇൻഫെക്ഷന് കാരണം വെള്ളം കൂടി
കുറഞ്ഞതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വെള്ളം കൂടി കുറയുകയും കിഡ്നിക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ മ്യൂക്കസ് ബ്ലാഡറിലും ബാക്കിയുള്ള കോശങ്ങളിലും എല്ലാം പ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും. സോ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴികൾ കൂടി ഇതോടൊപ്പം നോക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ ലിവറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് യൂറിനറി ഇൻഫെക്ഷൻസിനോ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രിക്കോഷൻസ് അവരെടുക്കേണ്ട ആവശ്യമുണ്ട്? ലിവറിന് ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ലിവറിന് രോഗം സിറോസിസ് ഉള്ളവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിലുമുള്ള ടോക്സിൻസ് നീക്കം ചെയ്യാൻ വൃക്ക രോഗികൾക്ക് വളരെ പാടാണ്. അവർക്ക് തന്നെ അബ്ഡോമിനൽ കാവിറ്റിയിൽ തന്നെ ഫ്ലൂയിഡ് കളക്ഷന് സാധ്യതയുണ്ട്. അവർക്ക് കിഡ്നിയിൽ ഇൻഫെക്ഷൻ, നമുക്കൊരു ബ്ലാഡറിൽ ഇൻഫെക്ഷൻ വരുന്നതിനെക്കാട്ടി അവർക്ക് കിഡ്നിയിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഹൈ ആണ്. സോ മറ്റു രോഗികളെ നോക്കുന്ന പോലെയുള്ള കുറച്ചുകൂടി സീരിയസ് ആയി അങ്ങനെയുള്ള കേസുകൾ മാനേജ് ചെയ്യേണ്ടതുണ്ട്. അവർക്ക് ഭക്ഷണത്തിൽ പ്രോട്ടീൻ മാനേജ്മെൻറ്റ് ഇതെല്ലാം നന്നായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നവർ അല്ലെങ്കിൽ വന്നിട്ടുള്ള ആൾക്കാർ അവർ സീരിയസ് ആയിട്ട് എടുക്കാതെ തന്നെ വീട്ടിൽ തന്നെ ഡോക്ടറെ കാണാതെ വെള്ളമൊക്കെ കുടിച്ചു, നമുക്ക് ധാരാളം വെള്ളമൊക്കെ കുടിച്ച് മാനേജ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് കിഡ്നിയെ ബാധിക്കാനും ഒരു അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ ഡയാലിസിസിലേക്ക് പോലും ചെന്നെത്താവുന്ന ഒരു അസുഖമായിട്ട് ഈ മാറാറുണ്ട്. സാധാരണ ഒരു യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ മൂത്രത്തിലൊരു നീറ്റൽ ഫീൽ ചെയ്യുന്ന ഒരാൾ വെള്ളം പതിവ് കുടിക്കുന്നതിൽ 1 ലിറ്റർ കൂടുതൽ കുടിച്ചാൽ അവർക്ക് നീറ്റൽ കുറയും. പക്ഷേ അതൊരു താൽക്കാലിക ഫിനോമിനൻ മാത്രമാണ്. യൂറിനറി ഇൻഫെക്ഷൻ കുറച്ച് മണിക്കൂർക്ക് വളരെ ശക്തമായി കൂടാനാണ് സാധ്യത. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നവർക്കൊരു ക്രോണിക് യൂറിനറി ഇൻഫെക്ഷൻ, ഒരു അക്യൂട്ട് സ്റ്റേജ് ക്രോണിക്കായി മാറാനുള്ള സാധ്യതയുണ്ട്. അത് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി, അതായത് മൂത്രം അധിക നേരം ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് കിഡ്നിയിലേക്ക്, വൃക്കയിലേക്ക് ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകാം. തുടർച്ചയായി അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പലപ്പോഴും കിഡ്നി ഫെയിലിയറിലേക്കും എത്തിക്കാറുണ്ട്. സാധാരണ പ്രമേഹ രോഗികളിലോ അല്ലെങ്കിൽ വൃക്കയിൽ ബ്ലോക്ക് ഉള്ള കേസുകളിലുമാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ കാണുന്നത്. തീർച്ചയായിട്ടും. ഈ യൂറിനറി ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഒരു ഹോമിയോപ്പതിക് മാനേജ്മെന്റ് എങ്ങനെയാണ്? എല്ലാവർക്കും നമ്മൾ ഒരു മരുന്ന് തന്നെ യൂറിനറി ഇൻഫെക്ഷൻസിന് ഒരു പ്രത്യേക തരം മരുന്ന് തന്നെയാണോ കൊടുക്കുക? അല്ലല്ല, ഒരു 20ഓളം ടൈപ്പ് മെഡിസിൻസ് ഉണ്ട്. അത് രോഗിയുടെ സിറ്റുവേഷൻ നോക്കിയിട്ട്, അതായത് ഇപ്പം അവർക്ക് ബ്ലാഡറിലാണോ ഇൻഫെക്ഷൻ, മൂത്രനാളിയിലാണോ ഇൻഫെക്ഷൻ എന്നുള്ള നോക്കിയിട്ട്, അല്ലെങ്കിൽ യൂറിൻ്റെ കൾച്ചർ ചെയ്ത് ബാക്ടീരിയ ആണെന്ന് നോക്കിയിട്ടുള്ള മെഡിസിൻസ് ആണ്. അത് കൊടുത്തു തുടങ്ങിയ 2 മണിക്കൂറിനകം തന്നെ അവർക്ക് ആശ്വാസം, ഇൻഫെക്ഷൻ കുറഞ്ഞു വരുന്നതാണ്. തീർച്ചയായിട്ടും. ഒരു യൂറിനറി ഇൻഫെക്ഷൻസ് വന്നു, ചിലർക്ക് ആർക്കട്ടെ റിക്കറൻ്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻസ് വരും. ഒരിക്കൽ വന്നു, ട്രീറ്റ് ചെയ്തത് പോയി, അടുത്ത മാസം വീണ്ടും അത് ട്രീറ്റ് ചെയ്ത് പോയി, പിന്നെ 2 മാസം കുഴപ്പമില്ലാതെ പോകുന്നു, വീണ്ടും അടുത്ത മാസം യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നു. അപ്പോൾ റിക്കറൻ്റ് യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്ന ഒരു സമൂഹവും നമ്മളെ മുന്നിലുണ്ട്. അപ്പോൾ ഇത്തരം കാര്യം എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കുക? അതായത് അത് വരാനുള്ള കാരണം അനുസരിച്ചാണ്. തൽക്കാലം ഒരു ഇൻഫെക്ഷൻ മാത്രം ട്രീറ്റ് ചെയ്ത് പോകുന്നതും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാരണം, ഉദാഹരണത്തിന് ഒരു 50 വയസ്സിന് മേലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50 വയസ്സിന് മേലെയുള്ള ആൾക്ക് പ്രോസ്റ്റേറ്റിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വരാം. അങ്ങനെയുള്ളവർക്ക് തൽക്കാലത്തേക്ക് ഒരു പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, യൂറിനറി ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്താലും പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് 1 മാസത്തിനകത്ത് പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഒരു യൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീകൾക്ക് അവർക്ക് ഈ മൂത്രസഞ്ചി ബൈൻഡ് ചെയ്തിരിക്കുന്ന മസിൽസ് വീക്കാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്കും യൂറിൻ അധികം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. പലരും വന്ന് പറയാറുണ്ട്, ചുമയ്ക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകുന്നു. ഇങ്ങനെയുള്ള കേസുകളിൽ അവർക്ക് ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി, ബ്ലാഡർ താങ്ങി നിർത്താനുള്ള മസിലിൻ്റെ പവർ കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്കും യൂറിനറി ഇൻഫെക്ഷൻ വരാം. തീർച്ചയായിട്ടും. ഒരിക്കലും ഈ റിക്കറൻ്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക? പലപ്പോഴും സ്കൂളിലോ അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകുന്ന മുടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ജോലിക്ക് പോകുന്നത് ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് 1-2 ദിവസങ്ങളിൽ വീട്ടുകാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മാറാറ്. അപ്പോൾ എന്താണ് ഇത്തരക്കാർ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരിക? പ്രത്യേകിച്ച് അത് എന്തുകൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നു എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന അവരുടെ ഒരു രോഗിയുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. സാധാരണ കൊച്ചുകുട്ടികൾ, ഒരു 10 വയസ്സിനടുത്തുള്ള കുട്ടികൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാം. പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ പൊതുവേ കാണുന്ന, അതായത് മലാശയത്തിൽ കാണുന്ന വിരകൾ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാറുണ്ട്. അത് ഇൻഫെക്ഷനുള്ള മെഡിസിനോടൊപ്പം തന്നെ വിര നീക്കം ചെയ്യാനുള്ള മരുന്നുകളും കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം ക്രോണിക് ഇൻഫെക്ഷൻ, അതായത് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തുടർച്ചയായി ഇൻഫെക്ഷൻ വരുന്ന സാഹചര്യം ഒഴിവാക്കണം. അതോടൊപ്പം വ്യക്തി ശുചിത്വം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈംഗിക അവയവങ്ങളും മറ്റും കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ തുടർച്ചയായി വെള്ളം കുടിക്കുക. അതായത് ബ്ലാഡറിൽ യൂറിൻ ഒരു അരമണിക്കൂറിൽ കൂടുതൽ കെട്ടി നിൽക്കാനുള്ള അവസരം കൊടുക്കരുത്. തുടർച്ചയായി വെള്ളം കുടിക്കുകയും മൂത്രം പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ സാഹചര്യം ഒരു പരിധിവരെ കുറയും. തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്കറിയാം, വെളിയിൽ അസഹനീയമായ ചൂടാണ്. അപ്പോൾ
ധാരാളം വെള്ളവും കുടിക്കാറുണ്ട്. പലരുടെയും ബുദ്ധിമുട്ട് ഒരു എത്ര വെള്ളം കുടിച്ചു കഴിഞ്ഞാലും യൂറിൻ വളരെ കുറച്ചേ പോകുന്നുള്ളൂ. അപ്പോൾ യൂറിൻ പോകുന്നത് മഞ്ഞ നിറത്തിലാകുന്നതുമാണ്. അപ്പോൾ എന്താണ് ഒരു വെള്ളം കുടിക്കുന്നതിൻ്റെ മാനദണ്ഡം? നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കണം? സാധാരണഗതിയിൽ ഒരാൾ ഒരു നോർമൽ ക്ലൈമറ്റ് ആണെങ്കിൽ 2 ലിറ്റർ വെള്ളം കുടിച്ചാൽ മതിയാകും. അവർക്ക് ശരീരത്തിൻ്റെ വേർപ്പ് വഴിക്ക് ജലനഷ്ടം സാധാരണ ക്ലൈമറ്റിൽ കുറവാണ്. അവർക്ക് യൂറിൻ്റെ അളവും കൂടുതലുണ്ടാവും. പക്ഷേ ചൂട് സീസണിൽ, പ്രത്യേകിച്ച് കൂടുതൽ വേർക്കുന്ന സീസൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വെള്ളം 3 ലിറ്റർ മുതൽ 3.5 ലിറ്റർ വരെ ഒരു ദിവസം കുടിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ മൂത്രത്തിൻ്റെ ഗാഢത കുറഞ്ഞു നിൽക്കുകയുള്ളൂ. മൂത്രത്തിൻ്റെ ഗാഢത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടുന്നത് കൊണ്ടാണ് മഞ്ഞ നിറം ഫോം ചെയ്യുന്നത്. അത് മൂത്രത്തിൻ്റെ അസിഡിറ്റി കൂട്ടുകയും അതിനകത്ത് ക്രിസ്റ്റൽസ്, യൂറേറ്റ് ക്രിസ്റ്റൽസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇപ്പോൾ വെള്ളത്തിന് പകരമായിട്ട് പലപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ഈ കരിക്കിൻ വെള്ളം, മോര്, നാരങ്ങ വെള്ളം. അങ്ങനെ നമുക്ക് പാരമ്പര്യമായിട്ട് കഴിക്കുന്ന ഒരു വിഭാഗക്കാരുമുണ്ട്. അതുപോലെ തന്നെ കോള ഐറ്റംസ് അല്ലെങ്കിൽ മധുരപാനീയങ്ങൾ കുടിക്കുന്ന ഒരു വിഭാഗക്കാരുമുണ്ട്. അപ്പോൾ ഇത് എല്ലാം തന്നെ യൂറിനറി അല്ലെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ടുകൾ തന്നെയാണ്. നമുക്ക് ദ്രാവകമാണ് എന്ന് കരുതി എല്ലാം നമുക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് ചൂട് സീസണിൽ ഏറ്റവും ഉത്തമമായ പാനീയം തന്നെയാണ് കരിക്കൻ വെള്ളം. പ്രത്യേകിച്ച് കരിക്കൻ വെള്ളത്തിന് യൂറിനറി ഇൻഫെക്ഷൻ കുറയ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അതായത് ബ്ലാഡറിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. മോരും വെള്ളത്തിന് ബാക്ടീരിയകളെ അകറ്റാനുള്ള ശേഷിയുണ്ട്. പക്ഷേ നേരെ മറിച്ച് കോളകളോ തുടങ്ങിയിട്ടുള്ള മധുരം ചേർത്തിട്ടുള്ള പാനീയങ്ങളെല്ലാം എന്താ പറയുക, അധികമായി മധുരം ചേർത്തിട്ടുള്ളതുമാണ്, കൂടുതൽ അസിഡിക്കുമാണ്. ഇത് ബ്ലാഡറിലുള്ള ബാക്ടീരിയകളുടെ ഗ്രോത്തിനെ വർദ്ധിപ്പിക്കും, യൂറിനറി ഇൻഫെക്ഷൻ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പലപ്പോഴും ആൾക്കാരറിയാം നമ്മൾ അധികം വെള്ളം കുടിച്ചിട്ട് കിടക്കാറില്ല. അതായത് രാത്രി 1-2 പ്രാവശ്യം എണീറ്റ് മൂത്രം ഒഴിക്കാൻ, യൂറിൻ പാസ് ചെയ്യാൻ പോകണമെന്ന് കരുതി. അപ്പോൾ ഈ വെള്ളം കുടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്താണ്? ഇപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല ചൂടിൽ നിന്ന് വന്ന് അധികം വെള്ളം കുടിക്കരുതെന്ന് പോലും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിപ്പോയി നല്ല ചൂടത്തൂടെ അല്ലെങ്കിൽ ഈ ഒരു 12 മണി 1 മണി ഒരു സമയത്ത് വെയിൽ എക്സ്പോസ് ചെയ്താണ് പോയത്, നന്നായിട്ട് വിയർത്തിട്ടുണ്ട്. ഇതേ ചൂടോടുകൂടി നമ്മൾ വീട്ടിൽ വന്നിട്ട് ധാരാളം വെള്ളം കുടിക്കുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഇല്ല? പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല. അതായത് പുറത്തുപോയി ശരീരം ചൂടായി വരുന്ന സമയത്ത് ഐസി കോൾഡ് വാട്ടർ, ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ തൊണ്ടവേദനയോ മറ്റോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നല്ലാതെ അതൊരു മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറില്ല. കൂടുതലും വേനൽക്കാലത്ത് ചെയ്യേണ്ടത് ജലാംശം കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾ, ഉദാഹരണത്തിന് തണ്ണിമത്തനിൽ 92% ജലമാണ്, അത് ആൽക്കലൈനുമാണ്. ഇതെല്ലാം കഴിക്കുന്നത് ശരീരത്തിൻ്റെ ജലാംശം, ശരീരത്തിൻ്റെ ഹൈഡ്രേഷൻ പ്രോപ്പറായിട്ട് നിലനിർത്താൻ സഹായിക്കും. അതിന് ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഈ തണുത്ത വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ പണ്ട് നാളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചൂടത്ത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തണുത്ത വെള്ളം കുടിക്കരുത്, ചൂടുവെള്ളം തന്നെ കുടിക്കുക, അല്ലെങ്കിൽ ചായയോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചൂട് സമയത്ത് നമ്മൾ തണുത്ത വെള്ളം ഉപേക്ഷിക്കണം. സാധാരണഗതിയിൽ അന്തരീക്ഷത്തിനോട് യോജിക്കുന്ന ടെമ്പറേച്ചർ, അതായത് ചൂടുമല്ല അധികം തണുപ്പുമല്ലാത്ത വെള്ളമാണ് ഏറ്റവും നല്ലത്. ചായ ചൂട് സീസണിൽ അത്ര സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് അല്ല. പിന്നെ അത് കൂടാതെ ചെയ്യേണ്ടത്, ഇപ്പോൾ ഐസ് വാട്ടർ കുടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൊണ്ടവേദനയോ മറ്റോ ഇൻഫെക്ഷൻസോ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അതിനകത്തുള്ളത്. അതല്ലാതെ അത് കുടിക്കാൻ പാടില്ല എന്ന് നിരോധിക്കേണ്ട കാര്യം ഇതിനകത്തില്ല. തീർച്ചയായിട്ടും ഈ യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നവർ ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് അതികഠിനമായിട്ടുള്ള ഇൻഫെക്ഷൻസും നമുക്ക് നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഹോമിയോപ്പതിയിൽ സാധിക്കും. എത്ര വലിയ ഇൻഫെക്ഷൻ ആണെങ്കിലും, അതായത് ഇപ്പോൾ വിട്ടുമാറാത്ത ഇൻഫെക്ഷൻ, ആൾക്കാരിപ്പോൾ ഒരു 3 മാസത്തോളം കണ്ടിന്യൂസ് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ബ്ലാഡറിൻ്റെ ബാക്ടീരിയയോടുള്ള പ്രതിരോധശേഷി പൂർണ്ണമായും നശിക്കുന്ന സിറ്റുവേഷൻ പോലും ഹോമിയോപ്പതിയിൽ വളരെ ഈസിയായി ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ഇതുപോലുള്ള സാധ്യതകൾ നന്നായി ഒഴിവാക്കാം. ഒരു അക്യൂട്ട് ഇൻഫെക്ഷനായിട്ട് രോഗികൾ ഹോമിയോപ്പതിക് ചികിത്സയിൽ വരികയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് തന്നെ അവരുടെ പ്രോബ്ലംസ് കുറഞ്ഞു തുടങ്ങും. അതുപോലെ തന്നെ ഈ ഹോമിയോപ്പതിക് മെഡിസിനോടനുബന്ധിച്ച് തന്നെ പുളിയുള്ള വർഗ്ഗങ്ങളുള്ള ഭക്ഷണം കഴിക്കരുത്, അല്ലെങ്കിൽ ചായ കാപ്പി പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഡോക്ടർമാർ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരം യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്ന ആൾക്കാരല്ല അത്തരം ചികിത്സ നടത്തുമ്പോൾ ഈ ഹോമിയോപ്പതിക് മെഡിസിൻ കഴിക്കുന്നവരെല്ലാവരും തന്നെ ഇത്തരം പുളിയുള്ള ആഹാരങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ചായ കാപ്പി പോലെയുള്ള പാനീയങ്ങൾ ഇതൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. അല്ല, അതൊരു അന്ധവിശ്വാസം മാത്രമാണ്. പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഹോമിയോപ്പതിക് മരുന്ന് കഴിക്കുന്ന സമയത്ത് കാപ്പി കുടിക്കാൻ പാടില്ല, ചായ കുടിക്കാൻ പാടില്ല, നാരങ്ങ കഴിക്കാൻ പാടില്ല. ഇതൊരു അന്ധവിശ്വാസം മാത്രമാണ്. മരുന്നുകളെ നിർവീര്യമാക്കാൻ ഈ വസ്തുക്കൾക്കൊന്നും കഴിവില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള പഠനങ്ങൾ തെളിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരിക്കൽ ഈ ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് റിക്കറൻ്റ് ആയിട്ട് വരുന്ന
യൂറിനറി ഇൻഫെക്ഷൻസ് ഉള്ള ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ എത്ര നാൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകും? അതായത് ഹോമിയോപ്പതിയിൽ ട്രീറ്റ് ചെയ്യുന്നതിനുണ്ടാകുന്ന വ്യത്യാസവും അലോപ്പതിയിൽ ട്രീറ്റ് ചെയ്യുന്നുള്ള വ്യത്യാസവും വളരെ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഉത്തരവുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു യൂറിനറി ഇൻഫെക്ഷനുള്ള ആൾ വരുമ്പോൾ ആൻറ്റിബയോട്ടിക് ട്രീറ്റ് ചെയ്യുന്ന സമയം ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ ആ ഭാഗത്തുള്ള ബാക്ടീരിയകൾ നശിക്കും. പക്ഷേ തുടർച്ചയായി വരുന്ന ഇൻഫെക്ഷൻ്റെ ഭാഗമായി ബ്ലാഡറിലോ മൂത്രനാളിയിലോ ഉള്ള കോശങ്ങളുടെ പ്രതിരോധശേഷി കുറവായിരിക്കും. ഹോമിയോപ്പതിയിൽ ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതിയിൽ യൂറിനറി സിസ്റ്റത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയാണ് വർദ്ധിപ്പിക്കുന്നത്. രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ തുടർച്ചയായി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറയുന്നു. അതായത് ഇപ്പം ഒരു തവണ മെഡിസിൻ കഴിച്ച് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇൻഫെക്ഷൻ വരുന്നവർക്ക് ഹോമിയോപ്പതി എടുത്തു കഴിഞ്ഞാൽ ഇത് വരാനുള്ള സാധ്യത ഏതാണ്ട് ഒരു 10-1 മാത്രമായി ചുരുങ്ങും. തീർച്ചയായിട്ടും. എന്താണ് നമ്മുടെ ഡോക്ടർക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള? പ്രത്യേകിച്ച് പുറത്ത് വളരെ വലിയ ചൂടാണ്, പ്രത്യേകിച്ച് യൂറിൻ പോകുന്നത് പോലും വളരെ അളവ് കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? വീട്ടിൽ തന്നെ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ശരീരത്തിൻ്റെ ഹൈഡ്രേഷൻ. ശരീരത്തിൽ ജലാംശം നിലനിൽക്കുന്ന രീതിക്കുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളുമാണ് കഴിക്കേണ്ടത്. ഒരു ദിവസം ഏതാണ്ട് ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കുക. ഏറ്റവും കൂടുതൽ ജലാംശമുള്ള പഴവർഗ്ഗങ്ങൾ നിങ്ങൾ കഴിക്കുക. നോൺ വെജ്, എരിവും മസാലയും കൂടുതലുള്ള ഭക്ഷണങ്ങൾ ചൂട് സീസണിൽ ഒഴിവാക്കുക. ഇത് ശരീരത്തിൻ്റെ അസിഡിറ്റി വർദ്ധിപ്പിക്കും. ഫാസ്റ്റ് ഫുഡ്സ് എല്ലാം ശരീരത്തിൻ്റെ അസിഡിറ്റി വർദ്ധിപ്പിക്കും. അതിനാൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ചൂട് സീസണിൽ ഒഴിവാക്കുക. എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ യൂറിനറി ഏരിയ, അതായത് മൂത്രനാളിയിലുള്ള ശുചിത്വം, ലൈംഗിക ഭാഗങ്ങളിലുള്ള ശുചിത്വം വളരെ വ്യക്തമായി സൂക്ഷിക്കണം. അടിവസ്ത്രങ്ങൾ പരമാവധി കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. ലിനൻ അല്ലെങ്കിൽ പോളിസ്റ്റർ വസ്ത്രങ്ങളാണെങ്കിൽ വിയർപ്പ് തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടർ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് യൂറിനറി ഇൻഫെക്ഷൻസിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ഹോമിയോപ്പത്തിക് മാനേജ്മെൻറ്റിനെ കുറിച്ചും വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നില്ല. ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.